ബുദ്ധിമുട്ട് സഹായിച്ചതാണ്. പക്ഷേ എന്നെ പറ്റിക്കുന്നോ തിരിച്ചറിയാണ്ടിരിക്കുന്നോ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ 11,07,000 രൂപയാണ് കൊടുത്തത്. ഐഫോൺ കൊടുക്കാറുണ്ട് ഓരോ വർഷവും ഗിഫ്റ്റായിട്ട്. ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചതായിട്ട് മെസ്സേജായിട്ട് ഒരു കോളായിട്ട് ഒരു റിട്ടേൺ ഇതായിട്ട് എന്തെങ്കിലും ഒരു സാധനം ആ പുള്ളിയോട് പ്രൊവൈഡ് ചെയ്യാൻ പറയും. അപ്പോൾ ആ പറഞ്ഞു ആ വർഷം ഗിഫ്റ്റ് ഫോൺ വേണ്ട, പൈസ കിട്ടുകയാണെങ്കിൽ ഉപകാരമാണെന്ന് പറഞ്ഞിട്ട് 11,07,000 രൂപയായിട്ട് ഞാൻ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് എങ്ങനെ തുറന്നു തന്നു ഒരു എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ? എന്തുകൊണ്ടാണ് ഈ പണം തരുന്നില്ല എന്ന് പറയുന്നത്, തരത്തില്ല എന്ന് പറയുന്നത്? ആത്മാർത്ഥമുള്ള ഒരു കൂട്ടുകാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ, അല്ലെങ്കിൽ ഒരു കളവനായിട്ടായിക്കോട്ടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് അവിടെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടും ഒരു മാന്യത ഇദ്ദേഹത്തോട് കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. അവൻ്റെ പിറന്നാളും എൻ്റെ മോൻ്റെ പിറന്നാളും ഒരു ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇറക്കി വിട്ടു. കാരണം ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി ചതിയാണെന്നുള്ളത്. പറഞ്ഞ പോലെ എല്ലാ ബർത്ത്ഡേക്കും ഒരു ഐഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതിന് പകരം പണവും കൊടുത്തു. നമസ്കാരം. ഫ്ലവേഴ്സ് ചാനലിലെ സീരിയൽ മഹാലക്ഷ്മിയിലെ നടനായ അരുൺ രാഘവനെതിരെ വലിയ തട്ടിപ്പ് പരാതി ഉയർന്നിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മാള കുഴു സ്വദേശി 84 വയസ്സുകാരനായ അരവിന്ദാക്ഷൻ എന്നയാളെയാണ് കബളിപ്പിച്ച് 14 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. ഇയാളുടെ വീട് പണിക്ക് വേണ്ടിയിട്ടാണ് ഈ 14 ലക്ഷം രൂപ കടമായി വാങ്ങിയത്. പിന്നീട് ഇതുവരെ തിരികെ കൊടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചിപ്പോൾ കേസ് നടക്കുകയാണ്. തട്ടിപ്പിനിരയായ അരവിന്ദാക്ഷൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഞാൻ 2017 ആദ്യമായിട്ട് അരുണുമായിട്ട് സംസാരിച്ചത്. ഞാൻ അമേരിക്കയിൽ അന്ന് ജോലി ചെയ്യിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റിലെ ഭാര്യ സീരിയലിൽ അരുണിൻ്റെ അഭിനയവും സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകനെ പോലെയുള്ള സ്നേഹം ഉണ്ടായി. അതുകൊണ്ട് അവൻ്റെ ബുദ്ധിമുട്ടെന്നറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ബുദ്ധിമുട്ട് സഹായിച്ചതാണ്. പക്ഷേ എന്നെ പറ്റിക്കുന്നോ തിരിച്ചറിയാണ്ടിരിക്കുന്നോ വിചാരിച്ചിട്ടില്ല. അന്ന് ബുദ്ധിമുട്ടുണ്ട്. വീട് ഡിസംബർ 30 എല്ലാം ശരിയാക്കി 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട് വൈഫിന് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തേക്കാണ് വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോടിക്ക് ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ ചെയ്യാൻ പൈസ ഇല്ലാണ്ട് വിഷമിച്ച സമയത്താണ് ഞാൻ ഓഫർ ചെയ്തത്. അവനെ സഹായിച്ചിട്ടുള്ളത്. ഏത് വർഷമായിരുന്നു? 2017 ഞാൻ പരിചയപ്പെട്ടെങ്കിലും 2018 വന്ന് അമേരിക്ക വന്ന സമയത്ത് നേരിട്ട് കണ്ടു. അതിന് നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ അമേരിക്കയിലുള്ള കണ്ടു. ഇത് നടന്നത് 2020 ഫ്ലാറ്റ് മേടിച്ചതും. അതപ്പോൾ ആദ്യം ഞാൻ 11,07,000 രൂപയാണ് കൊടുത്തത്. 10 ലക്ഷം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. 10 ലക്ഷം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ ഞാൻ ഒരു ഐഫോൺ കൊടുക്കാറുണ്ട് ഓരോ വർഷവും ഗിഫ്റ്റായിട്ട്. അപ്പോൾ പറഞ്ഞു ആ വർഷം ഫോൺ വേണ്ട, പൈസ കിട്ടുകയാണെങ്കിൽ ഉപകാരമാണെന്ന് പറഞ്ഞിട്ട് 11 ലക്ഷം, അപ്പോൾ ഓസ്പീഷ്യസ് നമ്പറാകാൻ വേണ്ടി 11,07,000 രൂപയായിട്ട് ഞാൻ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ ഇൻഫാക്റ്റ് ഞാൻ അവനെ ക്യാഷ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ക്യാഷ് വേണ്ട, എനിക്ക് ഇത്ര വലിയ തുക ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സോഴ്സ് ചോദിക്കും, അപ്പോൾ ടാക്സ് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ബാങ്ക് ട്രാൻസ്ഫർ കൊണ്ട് എനിക്ക് രേഖയുണ്ടായി എൻ്റെ കയ്യിൽ. അതിനുശേഷം ഓരോ ആവശ്യങ്ങൾക്കും മോർഗേജ് പേയ്മെൻറ്റിന് വരെ ഞാൻ 60,000-50,000 രൂപ അയച്ചതിൻ്റെ എല്ലാ രേഖയുണ്ട്. ഈ പൈസ മുഴുവൻ ബാങ്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് എല്ലാ രേഖയുണ്ട്. അതെന്നെ അവൻ തന്നെ പറഞ്ഞിട്ടാണ് ബാങ്ക് ട്രാൻസ്ഫർ ആക്കിയത്. അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തേനെ. പക്ഷേ ക്യാഷിന് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ദൈവാനുഗ്രഹമായി എനിക്ക്. പക്ഷേ ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ രോമത്തിൽ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല, 10 പൈസ ഞാൻ തരില്ല, ഇത് മുഴുവൻ കളവാണ്. എന്നിട്ട് ഇപ്പോൾ പറയണ ന്യായം പറയുന്നത് അവൻ്റെ ഭാര്യയുടെ സ്വർണം ഞാൻ മേടിച്ചു എന്ന്. അമേരിക്ക ഈ പൈസ ആവശ്യപ്പെട്ടപ്പോൾ അത് സംബന്ധിച്ചൊരു വക്കീൽ നോട്ടീസ് അങ്ങോട്ട് അയച്ചപ്പോൾ അതിൻ്റെ മറുപടി തിരിച്ചൊരു വക്കീൽ നോട്ടീസായിട്ട് മറുപടിയായിട്ട് നൽകിയതാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണം അരവിന്ദാക്ഷൻ ചേട്ടൻ വാങ്ങി. അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഈ 11,07,000 രൂപ കൊടുത്തതെന്നാണ് അല്ലേ? എന്നാൽ പറയാം നോട്ടീസിൽ. പക്ഷേ സ്വർണ്ണം ഞാൻ മേടിക്കാൻ നോക്കി. ഒന്നാമത് എനിക്ക് ഒന്നും അമേരിക്കയ്ക്ക് സ്വർണം കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി സർട്ടിഫൈ ചെയ്യണം, ഇത്ര സ്വർണം കൊണ്ടുപോകണം, എന്താ കാരണം പറയണം, അതിന് ഡ്യൂട്ടി കൊടുക്കണം. അതൊന്നും സ്വർണം കൊണ്ടുപോകില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്വർണം മേടിക്കണമെങ്കിൽ
916 ആണോ, 24 ക്യാരറ്റാണോ, 22 ക്യാരറ്റാണോ, 20 ക്യാരറ്റാണോ, 14 ക്യാരറ്റാണോ, 1 ഗ്രാം ഗോൾഡാണോ ഒന്നും അറിയില്ലല്ലോ. ഒന്നും സർട്ടിഫൈ ചെയ്തിട്ടില്ല, ഒരു സർട്ടിഫിക്കേഷനും ഇല്ല. എവിടെ വെയ് ചെയ്യുന്ന പ്രൂഫില്ല. സ്വർണത്തിന് തൂക്കം വേണ്ടേ? അല്ലെങ്കിൽ ഇനി ഗ്രാമിന് ഇത്ര പൈസ, അല്ലെങ്കിൽ പവന് ഇത്ര പൈസ, ഇത്ര ഒരു കണക്കുമില്ല. ഇന്ന് സ്വർണം 1 ലക്ഷം രൂപ വിലയുള്ള സമയത്തും ഈ പൈസയ്ക്ക് സ്വർണം തന്നു എന്ന് പറയുന്നതല്ലാണ്ട് സ്വർണ്ണം എവിടെ വെച്ചാൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നോ, ഞാൻ അവൻ്റെ ഭാര്യയെ ആദ്യമായിട്ട് കാണുന്നത്, ദൈവം സാക്ഷിയായിട്ട് ആദ്യമായിട്ട് അവൻ്റെ ഭാര്യയെ കാണുന്നതും സംസാരിക്കുന്നതും 2022 ജൂണിലാണ്. ഞാൻ 2017 അമേരിക്കയിൽ പോയിട്ട് 21 എനിക്ക് സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞ് 2022 ഞാൻ വന്നിട്ട് ശേഷമാണ് അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചതും ആദ്യമായിട്ട് അവരെ കാണണമെന്ന് സംസാരിക്കുന്നതും. അതിനുമുമ്പ് ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. എനിക്ക് എങ്ങനെ സ്വർണം തന്നു ഒരു എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ? എന്തുകൊണ്ടാണ് ഈ പണം തരുന്നില്ല എന്ന് പറയുന്നത്, തരത്തില്ല എന്ന് പറയുന്നത്? തരാൻ തയ്യാറില്ലാന്ന്. ഇപ്പം എൻ്റെ ഇല്ല, എൻ്റെ ഇപ്പോൾ പൈസ ഇല്ല, ഞാൻ അടുത്ത വർഷം തരാം, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ അവർക്ക് സ്വത്തുണ്ടല്ലോ, ഭൂസ്വത്തുണ്ടല്ലോ, അവൻ്റെ പേരിൽ സ്വത്തുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നോട് എന്നാൽ ഭൂസ്വത്ത് വിറ്റിട്ടെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യുള്ളൂ. എൻ്റെ വീടുമ്പോൾ കടമുണ്ടായിരുന്നു. എൻ്റെ വീടുമ്പോൾ കടമുണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അവൻ്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വീടിൻ്റെ കടം കുറച്ച് മറ്റ് മെമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു 6 ലക്ഷം രൂപ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പൈസ കണ്ട കാലം മറന്നു എന്ന് പറഞ്ഞു എന്നോട്. അവൻ്റെ അച്ഛനറിയാം, അമ്മയ്ക്കറിയാം, എല്ലാവർക്കും അറിയാം പൈസ ഉണ്ടെന്നുള്ളത്. അച്ഛൻ വിളിക്കേണ്ടി പറഞ്ഞു, എനിക്കറിയാം കടമുണ്ടെന്നറിയാം, പക്ഷേ എത്ര മേടിച്ചെങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര പൈസ പറ്റിയിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു രൂപ പോലും തരാൻ തയ്യാറായിട്ടില്ല, അവരാരും തയ്യാറായിട്ടില്ല. അല്ല, ഈ പണം കൊടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് നേരിൽ കാണുന്നത്, അതായത് അമേരിക്കയിൽ നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം അരവിന്ദാക്ഷൻ ചേട്ടനോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറയുണ്ട്, അതിന് കുറച്ച് ആക്സസറീസ് വേണം, അത് അമേരിക്കയിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. ഇദ്ദേഹം ഏകദേശം നാട്ടിലെ ഒരു 22,000 രൂപയ്ക്കടുത്തുണ്ട്, $250 അന്നത്തെ ഒരു കണക്കനുസരിച്ചിട്ട്. അപ്പോൾ അതുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഇദ്ദേഹം അത് അയാൾക്ക് കൊടുത്തു. അന്ന് തന്നെ ഇയാൾ വലിയൊരു തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ 10,000 രൂപ മാത്രം അരവിന്ദാക്ഷൻ ചേട്ടൻ്റെ ATM വഴിയിട്ട് എടുത്തു കൊടുത്തു, അല്ലേ? അങ്ങനെയല്ല? എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? 10,000 എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ഉണ്ടെങ്കിൽ പെനാൽറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ്, ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, മതി, കുഴപ്പമില്ല, നീ നഷ്ടപ്പെടണം, എനിക്ക് ബാങ്കിൽ എടുക്കാനല്ലേ മതി എന്ന് പറഞ്ഞ് ഞാൻ അക്കൗണ്ട് നമ്പർ, എൻ്റെ അഡ്രസ്സും അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഉള്ള ചെക്ക് ലീഫ് അവൻ്റെ കൊടുത്തു. അപ്പോൾ ഞാൻ ബാങ്കിൽ പൈസ വരണ്ടായപ്പോൾ ബാങ്ക് മാനേജറിനോട് പറഞ്ഞു, സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു. അത് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ അയച്ചിട്ടുണ്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, ആത്മാർത്ഥമുള്ളൊരു കൂട്ടുകാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ, അല്ലെങ്കിൽ ഒരു കളവനായിട്ടായിക്കോട്ടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അക്കൗണ്ട് നമ്പറും എൻ്റെ അഡ്രസ്സുള്ള ചെക്ക് ലീഫ് അതിൻ്റെ പോയപ്പോൾ വിളിച്ച് പറയണ്ടേ? ഇത് ഭാഷ വേറെ പറയണം, പക്ഷേ ഞാൻ പറയാൻ എനിക്ക് എൻ്റെ നാവ് വഴങ്ങില്ല അതിനുള്ള ഭാഷ എന്താ എന്നുള്ളത്. തറവാടിയിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ പറയും, ചേട്ടാ എൻ്റെ ചെക്ക് ലീഫ് പോയി, ചേട്ടൻ ബ്ലോക്ക് ചെയ്തു കേട്ടോ അക്കൗണ്ട്. എൻ്റെ ബാങ്ക് മാനേജർ എന്നെ അറിയാവുന്നതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞിട്ടും സ്ക്രീൻഷോട്ട് വരാണ്ടായപ്പോൾ അങ്ങോട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്തു, വേറെ അക്കൗണ്ടിലേക്ക് മാറ്റി. അല്ലെങ്കിൽ വേറെ ആളുടെ കയ്യിൽ എൻ്റെ അക്കൗണ്ട് നമ്പർ കിട്ടിന്, ആ പൈസ മുഴുവൻ പോയില്ലേ. ഇവനെ എടുത്തില്ല, പക്ഷേ അതേ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണ്ടേ, എൻ്റെ ചെക്ക് പോയി, അത് അക്കൗണ്ട് മാറ്റിക്കോട്ടോ, അതൊരു മര്യാദ, കൂട്ടുകാരൻ നല്ല കണ്ണിലേക്ക് പറയത്തേണ്ടേ. ഈ അന്നത്തെ ദിവസം, അതായത് ഈ എടപ്പള്ളിയിൽ മാളിൽ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നതൊക്കെ. എന്നിട്ട് അവിടെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടും ഒരു മാന്യത ഇദ്ദേഹത്തോട് കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്താ മകനെ പോലെയായിരുന്നു ആളെ കണ്ട? എങ്ങനെ? അതെ, അങ്ങനെയായിരുന്നു. അവൻ്റെ പിറന്നാളും എൻ്റെ മോൻ്റെ പിറന്നാളും ഒരു ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. കാരണം എൻ്റെ മനസ്സിൽ എന്നേക്കാൾ കൂടുതൽ സ്ഥാനം അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നോട് പരിചയപ്പെട്ട അന്ന് മുതൽ ഞാൻ ദൈവത്തിന് നിന്നിട്ട് പറയണതല്ല, നമ്മുടെ മക്കളെക്കാളും സ്നേഹിച്ചു. എന്നോട് പരിചയപ്പെട്ട അന്ന് മുതൽ എന്നെ കൊണ്ട് അവന് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, അവന് ഉയർച്ച ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. കാരണം ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി ചതിയാണെന്നുള്ളത്. ഈ ഏതൊക്കെ ബാങ്ക് വഴിയിട്ടാണ് ഈ പണം ട്രാൻസാക്ഷൻ നടത്തുന്നത്? ഫെഡറൽ ബാങ്ക് വഴിക്കും HDFC ബാങ്ക് വഴിക്കും. പിന്നെ അമേരിക്കയിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ഏജൻസി ഉണ്ട്, റെമിറ്റ്ലി എന്ന് പറയുന്ന ഏജൻസി ഉണ്ട്. അതും 15 മിനിറ്റിനുള്ളിൽ പൈസ വരും. ഞാൻ അമേരിക്കയിൽ പോകാൻ കാലത്ത് ഫ്ലാറ്റ് മേടിച്ച് താമസം കണ്ടിട്ടില്ല. പിന്നീട് ചെയ്യണ സമയത്ത് പോകാൻ കാലത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്,
ഇതിനുമ്പോൾ കളിച്ച പോലെയല്ല, വീണ്ടും മോർഗേജ് ഡിഫോൾട്ട് വരുത്തരുത്. ഡിഫോൾട്ട് വരുത്തിയാൽ ഒരു മാസം 50,000 രൂപയാണ്, 2 മാസം 1 ലക്ഷമാവും. അത് കൂടി വന്നാൽ അതിൻ്റെ പലിശയും കൂടെ പലിശയ്ക്ക് വരും. അതുകൊണ്ട് അങ്ങനെ നിനക്ക് ബുദ്ധിമുട്ട് വന്നാൽ എന്നെ വിളിച്ചോളാൻ പറഞ്ഞു. അവൻ വിളിച്ചു, ആദ്യം 2 മാസം ഞാൻ വിളിച്ചു, പേയ്മെൻറ്റ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു. അന്ന് അവൻ വരാപ്പുഴയാണ് ഷൂട്ടിങ്. വരാപ്പുഴയിൽ നിന്ന് അവന് വീട്ടിലേക്ക് അടുത്താണ്. അവൻ രാത്രി എന്നെ വിളിക്കുള്ളൂ എന്നെ, അവിടുത്തെ രാത്രി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വരാണ്. അപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ 60,000 ഉറുപ്പിക അയച്ചു കൊടുത്തു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു 60 വേണ്ടായിരുന്നു, 50 മതിയായിരുന്നു. അപ്പോൾ 50 വീടിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടല്ലോ, പിന്നെ ബൈക്കിൻ്റെ പഴയ കാറിൻ്റെ പേയ്മെൻറ്റൊക്കെ ഇല്ലേ. പിന്നെ 2-3 മാസം 50 ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ എൻ്റെ റെക്കോർഡുണ്ട്, റെമിറ്റ്ലി വഴിക്ക് അയച്ചേക്കണ്. അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ 15 മിനിറ്റ് കൊടുത്ത് പൈസ കൊണ്ടുപോയിട്ട് വരും. തീർച്ചയായിട്ടും. അതായത് അദ്ദേഹം ഒരു മകനെ പോലെ സ്നേഹിച്ചു, ഒരു മകന് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്തായാലും ഈ വിഷയത്തിൽ അരുൺ രാഘവൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കാം. നമസ്കാരം, അരുൺ രാഘവാണോ? അതെ. അതുകൊണ്ട് എൻ്റെ ഒരു പീയൂഷ് എന്നാണ്, മറുനാടൻ മലയാളിയുടെ റിപ്പോർട്ടറാണ്. താങ്കൾ ഈ മാളയിലുള്ള ഒരു അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു പരാതിയുമായിട്ട് അദ്ദേഹം നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ നിങ്ങളുടെ ഒരു ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്? അത് ഓൾറെഡി പുള്ളി കേസായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കേസ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, കോർട്ടിലിരിക്കുന്ന കാര്യമാണ്. ഞാന് പുള്ളി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അതിന്റെ പ്രൂഫും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറയൂ. അതായത് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചതായിട്ട് ഒരു മെസ്സേജായിട്ടോ ഒരു കോളായിട്ടോ ഒരു റിട്ടേൺ ഇതായിട്ടോ എന്തെങ്കിലും ഒരു സാധനം ആ പുള്ളിയോട് പ്രൊവൈഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ പണം ട്രാൻസാക്ഷൻ നടത്തിയേക്കുന്നത് എങ്ങനെയാ? അപ്പം അതേപോലെ അത് ഓൾറെഡി കോർട്ടിലിരിക്കുന്ന കാര്യമാണ്. എന്റെ വീട് പണിയുടെ സമയത്ത് കുറച്ച് ഗോൾഡ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഈ പുള്ളിയാണ് പറഞ്ഞത് ഗോൾഡ് പുള്ളി എടുത്തിട്ട് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്ന ക്യാഷാണത്. അപ്പോ നിങ്ങൾക്കൊരു മീഡിയ വാല്യൂ ഉള്ള സാധനമാണ്, നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇത് ഓൾറെഡി കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. ഓൾമോസ്റ്റ് ഒരു 3 മാസമായിട്ട് കോർട്ടിലുള്ളതാണ്. ഓക്കെ. പറഞ്ഞ പോലെ എല്ലാ ബർത്ത്ഡേക്കും ഒരു ഐഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, അതിന് പകരം പണവും കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർ കാണുന്നത് ഇദ്ദേഹത്തിന് ഈ പണം കൊടുത്ത ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. 22/7/2020 ഫെഡറൽ ബാങ്ക് വഴിയിട്ട് 11,07,000 രൂപയാണ് കൊടുത്തത്. പിന്നീട് അങ്ങോട്ട് 25,000, 75,000, 30,000, 60,000 അങ്ങനെ ഫെഡറൽ ബാങ്ക് വഴി മാത്രം ഏകദേശം 12,95,007 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് HDFC ബാങ്ക് വഴിയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 14 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇരിങ്ങാലക്കുട കോടതിയിൽ കേസ് നടക്കുകയാണ്. അദ്ദേഹം വക്കീൽ മുഖാന്തരം കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കോടതി ഇപ്പോൾ മീഡിയേഷന് പലവട്ടം വെച്ചിട്ടും അദ്ദേഹം എത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നടൻ്റെ പൊയ്മുഖം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് അദ്ദേഹം ഈ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ചില ആളുകൾ വ്യക്തികളെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുക, കരുതിയിരിക്കുക, ആരും ഇത്തരക്കാരുടെ ചതിയിൽ പെടാതിരിക്കുക. മാളയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പീയൂഷ്, മറുനാടൻ മലയാളി.